ഹായ്, ഐ ആം മിസ് ലിസ. വെൽക്കം ടു മാതാ മ്യൂസിക് സെൻറ്റർ. ഇന്ന് നമ്മൾ രേവതി രാഗത്തിൽ നമുക്കൊരു പാട്ട് പ്രാക്ടീസ് ചെയ്യാം. ഒരു കുട്ടി കമൻറ്റ് ബോക്സിൽ ഇട്ടിരുന്ന് ആ പാട്ടൊന്ന് പഠിപ്പിക്കാമോ എന്ന്. അപ്പം നമുക്ക് ആ പാട്ടിൻ്റെ രാഗം, അതിൻ്റെ സ്കെയിൽ ഏതാണെന്ന് നോക്കാം. അതിന് പറ്റിയ കോഡ്സ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അതേസമയം ബോർഡിൽ മിസ് നല്ല ഓർഡറായിട്ട് നമുക്ക് എയുടെ കോഴ്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കാം. പക്ഷേ ഈ പാട്ട് പ്രാക്ടീസ് ചെയ്തപ്പോൾ എനിക്ക് നിങ്ങളെ കേൾക്കുന്നതിന് മുമ്പ്, നിങ്ങളെ പഠിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ പ്രാക്ടീസ് ചെയ്യണം. ഇത് അധികം കേട്ടിട്ടില്ലാത്ത പാട്ടായിരുന്നു ഞാൻ. അപ്പോൾ കമൻറ്റ് ബോക്സിൽ കണ്ടതുകൊണ്ട് ഞാൻ നെറ്റിൽ കയറി ഈ പാട്ടെടുത്ത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കൊടുക്കുന്നത്. അപ്പോഴേ ഈ പാട്ട് എനിക്ക് മെയിൽ വെർഷനാണ് കിട്ടിയത്. അപ്പോൾ ദാസേട്ടനെ പാടിയിരിക്കുന്നത്. ഈ പാട്ട് പ്രാക്ടീസ് ചെയ്തപ്പോൾ ഞാൻ ദാസേട്ടനെ കണ്ടിട്ടില്ലെങ്കിലും കാലെ തൊട്ട് നമിച്ചിട്ടാണ് ഞാൻ ഈ പാട്ട് പ്രാക്ടീസ് ചെയ്തത്. കാരണം അത്രയ്ക്കും മനോഹരമായിട്ട് ഈ രേവതി രാഗത്തിൽ പാട്ടെടുത്ത് പാടിയിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ തൊട്ട് പോകും നമ്മൾ. എനിക്ക് ആ പാട്ട് പ്രാക്ടീസ് ചെയ്തപ്പോഴേ ആ ടെമ്പിളിൽ പോയി തൊഴുതിട്ട് വന്ന പോലെ ഒരു ഫീല് തോന്നി. അപ്പോൾ ഈ പാട്ട് നിങ്ങൾക്കും അങ്ങനെ ഫീൽ തോന്നുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുക. മനോഹരമായ പാട്ടാണ്. എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ പരിശ്രമിക്കുക. നമുക്ക് ഇത് കീബോർഡിലേക്ക് നോക്കാം. ഇനി അപ്പോൾ ഈ പാട്ട് നമ്മൾ എടുക്കുമ്പോൾ ഇത് രേവതി രാഗം. രേവതി രാഗത്തിൻ്റെ സ്വരസ്ഥാനം നമുക്ക് ആദ്യം നോക്കാം. ഷഡ്ജം, ശുദ്ധ-ഋഷഭം, ശുദ്ധ-മധ്യമം, പഞ്ചമം, കൈഷി-നിഷാദം, ഷഡ്ജം. രാഗം എടുത്തപ്പോൾ തന്നെ ഏകദേശം ആ പാട്ട് വന്നത് കണ്ടോ? അപ്പോഴേ ഇതിനെ സ്കെയില് നമുക്ക് നോക്കാം. അപ്പോൾ ഡി ഹാർമോണിക് മൈനറായിട്ടാണ് എനിക്ക് കാണുന്നത്. കാരണം ഡി മൈനർ സ്കെയിലിനാണ് ഈ ഫ്ലാറ്റ് വരുന്നത്. അപ്പോൾ ഇത് എഫ് മേജറിൻ്റെ ഫ്ലാറ്റാണെന്നറിയാം അല്ലേ? എഫ് മേജറിനാണ് ബി ഫ്ലാറ്റ് വരുന്നത്. അത് 3 ട്യൂൺ ഇങ്ങോട്ട് മാറി, ഇതാണ് നമ്മൾ ട്യൂണായിട്ട് ഇങ്ങനെ മാറും. നമ്മൾ 3 നോട്ട് പുറകിലോട്ട് എടുക്കുമ്പോൾ മൈനർ വരും. അപ്പോൾ ഡി മൈനർ ഇങ്ങനെ എടുക്കുമ്പോഴേ, അപ്പോൾ ഡി മൈനറിന് അച്ചർലിനും ഇത് ഫ്ലാറ്റ് വരും. പക്ഷേ ഡി ഹാർമോണിക് മൈനർ വരുമ്പോൾ സി ഷാർപ്പ് വരും. കാരണം ഇത് സി റൈസ് ചെയ്യും, 7th നോട്ട് റൈസ് ചെയ്യും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഡി ഹാർമോണിക് മൈനറായിട്ടാണ് കാണുന്നത്. അതേസമയം നമ്മൾ ഇതിനകത്ത് ഈ സ്വരം ഇപ്പോൾ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ സി, ഇത് നമ്മൾ ഇരിയല്ലേ പിടിക്കുന്ന ഇവിടെ. അപ്പോൾ ഇത് സി ഷാർപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല, ഡി ഫ്ലാറ്റ് എന്നല്ലേ നമ്മൾ പറയത്തുള്ളൂ ഇത്. പക്ഷേ സ്കെയിലായിട്ട് വരുമ്പോൾ ഇങ്ങനെ പറയും: സി ഡി അല്ല ഡി ഡി ഇ എഫ് ജി എ ബി ഫ്ലാറ്റ് സി ഷാർപ്പ് ഡി. പക്ഷെ നമ്മൾ രാഗമായിട്ട് പറയുമ്പോൾ ഷഡ്ജം, ശുദ്ധ-ഋഷഭം വരുമ്പോൾ അങ്ങനെ വരുമ്പോൾ ഡി ഫ്ലാറ്റ്. കാരണം ഇവിടെ ഷഡ്ജത്തെ നമ്മൾ തൊട്ട്, അല്ലെങ്കിൽ നമുക്ക് സി ഷാർപ്പ് എന്ന് പറയാതെ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ എഫ് ജി ബി ഫ്ലാറ്റ് സി ഡി ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ നോട്ട് വരുന്നതുകൊണ്ടാണ് നമ്മൾ ഷാർപ്പ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് അങ്ങനെ ഇതിപ്പോൾ ഇതിനകത്താണ്, ഈ സ്കെയിലിനകത്താണ് ഈ പാട്ട് വന്നിരിക്കുന്നതായിട്ട് കാണുന്നത് മിസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കോഡ്സ്, ഇതിൻ്റെ പറ്റിയ കോഡ്സും മിസ് നിങ്ങളെ പഠിപ്പിച്ചു തരാം. അപ്പോൾ ഈ പാട്ട് നിങ്ങൾ എടുക്കുമ്പോഴേ വളരെ ഫീലോടുകൂടിയാണ് ഈ പാട്ട് ദാസേട്ടൻ പാടിയിരിക്കുന്നത്. ആ പാട്ട് അതേ ഫീൽഡിൽ തന്നെ വായിക്കാൻ പരിശ്രമിക്കാം. നമുക്ക് അത്രയും കിട്ടിയില്ലെങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ അത് ശരിയായി വരും കേട്ടോ. ആദ്യം മോഹനരാഗത്തിലെ പാട്ട് എടുക്കുന്ന പോലെ അത്രയ്ക്ക് ഈസി ആയിട്ട് ഈ പാട്ട് നമുക്ക് വായിക്കാനും പ്രയാസമാണ്, എടുക്കാനും കുറച്ച് നമ്മൾ ഇതാകും കേട്ടോ. അതുകൊണ്ട് ആദ്യം നമ്മൾ നല്ലപോലെ നോട്ട് ഏതൊക്കെയാണെന്ന് നല്ലപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വെച്ചിട്ട് സാവകാശം മിസ് കാണിച്ചു തരാം. അത് കഴിഞ്ഞ് നിങ്ങളത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇത് പാട്ട് കേട്ടുകൊണ്ടെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നന്നായിട്ട് കിട്ടും. മിസ് എടുക്കുമ്പോഴും ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു കീയോ അങ്ങോട്ടൊക്കെ മാറാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പിന്നീട് നോക്കി നിങ്ങളത് കറക്റ്റ് ചെയ്യുക കേട്ടോ. ഞാൻ ഈ പാട്ട് ഒരു കുട്ടി ആവശ്യപ്പെട്ടത് ഞാൻ ഈ പാട്ട് കേട്ടിട്ടാണ് ഞാനിതെടുത്ത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്ത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ ദാസേട്ടൻ ഈ പാട്ട് ആരംഭത്തിൽ എടുത്തിരിക്കുന്നത് ഇങ്ങനെയായിട്ടാണ് കാണിക്കുന്നത്. കൂടജാതൻ വളരെ ഫീലോടെ.
ഇത്രയും എടുത്തതിന് ശേഷം ഒരു ഹമ്മിങ് വരുന്നുണ്ട്. അത് ഈ നോട്ടിൽ കൂടി ഇങ്ങനെ കയറി പോവുകയാണ്. എല്ലാം കൂടി കാണിക്കുമ്പോൾ നമുക്ക് സമയക്കുറവുകൊണ്ട് അത്രയും എല്ലാം എടുത്ത് കാണിക്കുന്നില്ല. അത് നിങ്ങൾ പിന്നീട് ഇത് കേട്ട് കഴിഞ്ഞാൽ എടുത്താൽ മതി. ഈ സ്വരത്തിൽ തന്നെയാണ്, ഈ രാഗത്തിൻ്റെ ഈ സ്വരത്തിൽ തന്നെ പാട്ടിരിക്കുന്നത്. ഒരു മാറ്റവും ഒരു കീയും അങ്ങോട്ട് വെളിയിൽ നിന്ന് അന്യ സ്വരം വന്നതായിട്ട് കാണുന്നില്ല കേട്ടോ. അപ്പോൾ അത് കഴിയുമ്പോൾ രണ്ടാമത്തെ ഇതിൽ വരുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ വരുന്നത്. ഇതിപ്പോൾ ഇത്ര എടുത്ത് കഴിയുമ്പോൾ ഹമ്മിങ് വന്നു കഴിയുമ്പോൾ ഇത്രയും കഴിയുമ്പോൾ അനുപല്ലവി വരുമ്പോൾ ഇത്രയും വന്നിട്ട് അത് കഴിയുമ്പോൾ ഇത്ര ഇത് കഴിയുമ്പോൾ സെക്കൻഡ് ഇത് വരുമ്പോഴേ പിന്നെ വിദ്യാസ്വരൂപിണി എന്നൊരു ഇത് വരുന്നത്. അപ്പം ഇത് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ സ്വരം കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ വന്നു. ഇത് ഇത്രയും സ്ഥലത്തിലാണ് ഈ പാട്ടിരിക്കുന്നത്. അന്യസ്വരമൊന്നും കയറി വന്നതായിട്ട് കാണുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങളിത് പ്രത്യേകിച്ച് എടുക്കുമ്പോഴേ സൂക്ഷിച്ചെടുക്കുക. അപ്പം ഞാനിത് ഒന്നും കൂടി ഓരോ ഫിംഗർ വെച്ച് കാണിച്ചായിരുന്നു ശകലം ബുദ്ധിമുട്ട് പോലെ തോന്നുന്നെങ്കിലും കാണിക്കുന്നുണ്ട്. ഇങ്ങനെ അപ്പോൾ കുടയാതിൽ ഉണ്ടാക്കുക. പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് വരണം. അപ്പം അതുകൊണ്ട് ഇപ്പം എന്താ കുടയാത്ര കൂടെ ഉണ്ടോ. ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ സെക്കൻഡ് അനുപല്ലവി വരുമ്പോൾ ഇത് 2 പ്രാവശ്യം എടുക്കും. അത് കഴിയുമ്പോൾ കേൾക്കാൻ നല്ല ഒരു സുഖമുള്ള പാട്ടല്ലേ. പക്ഷെ ഇതുപോലെ നിങ്ങൾ എടുക്കണം. ഇത് ഒരു ഫിംഗർ വെച്ചെടുത്ത് കാണിക്കണം. ഇടയ്ക്കൊക്കെ കീ അങ്ങോട്ടിട്ട് ഇച്ചിരിയൊക്കെ ലിറിക്സിൻ്റെ ഒക്കെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്തേക്കണം. കാരണം മിസ്സിങ്ങിന് എടുത്തപ്പോൾ ഇത്രയൊക്കെയാണ്. ഇതിനകത്ത് ഞാൻ 2-3 ദിവസം കൊണ്ടൊന്ന് പാട്ട് കേട്ടുകൊണ്ട് പിടിച്ചതാണ് കേട്ടോ.
അപ്പോൾ ഇതിന് പറ്റിയ കോഡ്സ് ഏതാണെന്ന് നമുക്ക് നോക്കണ്ടേ. അപ്പോൾ നമ്മൾ വന്നിട്ട് ഇത് ഇത് രണ്ടും കയറ് വന്നിട്ടുണ്ടല്ലേ. പിന്നെ ജി ഉണ്ട്, എഫ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ എ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യുക, ഇവിടെ വന്നിട്ട് അപ്പോൾ നമ്മൾ ഇതിന് നമുക്ക് എടുക്കാൻ പറ്റിയ കോഡ്സ് മിസ് ഇവിടെ തന്നെ കാണിച്ചത്. ഇത് കണ്ടോ, നമുക്ക് വന്ന് ബി ഫ്ലാറ്റ് ഇതിനകത്ത് ഒരുപാട് പ്രാവശ്യം ഉപയോഗിക്കുന്നത്. അപ്പോൾ ബി ഫ്ലാറ്റ് നമുക്ക് ബി ഫ്ലാറ്റ് മൈനർ എടുക്കാം നമുക്ക്. അപ്പോൾ ബി ഫ്ലാറ്റ് മൈനർ നമ്മൾ എങ്ങനെ എടുക്കും? ബി ഫ്ലാറ്റ് മൈനർ ആകുമ്പോഴേ നമ്മൾ വന്ന് ഇതാണ് വരുന്നത് കണ്ടോ, എഫ്. നമ്മൾ വന്ന് ബി ഫ്ലാറ്റ് മേജർ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ പഠിക്കും. അപ്പോൾ ഇത് വന്ന് ബി ഫ്ലാറ്റ് മൈനർ. ഞാൻ ഈ വെർഷൻ കാണിച്ചു തരുന്നതാണ്. നമുക്ക് തിരിച്ചിങ്ങനെ എടുക്കാം, അങ്ങനെ ഇങ്ങനെ എടുക്കാം. നിങ്ങൾക്ക് കണ്ടോ കണ്ടോ. അപ്പോൾ ബി ഫ്ലാറ്റ് മൈനർ എടുത്തു നമ്മൾ. ഇനി നമ്മൾക്ക് എന്തെടുക്കാം, ജി ഡിമിനിഷൻ എടുക്കാം. കാര്യം ജി ഇതിനകത്തുണ്ട്, നമ്മൾ എഫ് ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ജി ഡിമിനിഷൻ എടുത്തു കണ്ടോ. അപ്പോഴും ആ പാട്ടിൻ്റെ ഒരു സ്വരം കണ്ട ഒരു സങ്കട ഭാവം പോലെ വരുന്ന കണ്ടോ, ഇത് വരും. ഇനി നമ്മൾക്ക് എടുക്കാൻ പറ്റുന്നത് വന്ന് ജി ഡി ഇത് വന്ന് ബി ഫ്ലാറ്റ് മൈനർ 6 എടുക്കുക. അപ്പോഴും നമ്മൾ എഫ് ഉണ്ട്, ജി പിടിച്ചു കണ്ടോ. അപ്പോൾ ബി ഫ്ലാറ്റ് മൈനർ 6 എടുക്കുമ്പോൾ ഇങ്ങനെ വന്നു. പിന്നെ ആവശ്യമെങ്കിൽ നമ്മൾക്ക് വന്ന് C7 എടുക്കുക. അപ്പോൾ C7 എടുക്കുമ്പോൾ ഈ നോട്ട് കയറി വരുന്നുണ്ട്. എങ്കിലും നമുക്കിപ്പോൾ ഈ 3 കോഴ്സൊക്കെ തന്നെ കുട്ടികൾ ഇതൊക്കെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നതാണ് ബെറ്റർ കണ്ടോ. ഇങ്ങനെ മാറ്റി മാറ്റി പഠിക്കാൻ ശ്രമിക്കുക. അതാണ് ഇതിന് പറ്റിയ കോഴ്സായിട്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. അതേ സമയത്തിൽ നമുക്ക് വന്ന് ബോർഡിൽ നമ്മൾ എ ഫ്ലാറ്റ് ഡിമിനിഷൻ ഇട്ടിട്ടുണ്ട്, എ ഫ്ലാറ്റ് ഓഗ്മെൻറ്റഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കുക, ഇത് കണ്ടോ. അപ്പോൾ ഡിമിനിഷൻ ആണെങ്കിൽ നമ്മൾ എ ഫ്ലാറ്റ് പിടിച്ചു, സിയിൽ ബി ഫ്ലാറ്റ് ഇത് കണ്ടോ, സി ഫ്ലാറ്റ് എന്നാണ് അതിന് പറയുന്നത്. സി ഫ്ലാറ്റിൽ പിടിച്ചു. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇതിൽ പിടിച്ചു അല്ലേ. ഇപ്പം ഇങ്ങനെ പിടിച്ചു, സോറി ഇത് കണ്ടോ. അപ്പോൾ എ ഫ്ലാറ്റിൻ്റെ ഇത് പിടിച്ചു. ഇപ്പം നമ്മളിപ്പോൾ വന്നിട്ട് ഇതായിരുന്നു കേട്ടോ, എ ഫ്ലാറ്റ് മൈനറാണ് അല്ല, എ ഫ്ലാറ്റ് ഇതാണ് എന്തോ, എ ഫ്ലാറ്റ് ഡിമിനിഷ്ഡ്. ഓഗ്മെൻ്റ് എടുത്ത് നമുക്ക് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ കണ്ടോ. അപ്പോൾ ഇത് എ ഫ്ലാറ്റ് ഓഗ്മെൻറ്റഡ് ആയപ്പോൾ എന്ത് വന്ന് ഇ സി എ ഫ്ലാറ്റ് വന്നു. അപ്പോൾ എ ഫ്ലാറ്റ് ഡിമിനിഷ്ഡ് ആണെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ സിയിൽ നിന്ന് കൈയെടുത്തിട്ട് സി ഫ്ലാറ്റ് എന്ന് പറയും, നമ്മൾ ബിയിൽ കൈ കണ്ടോ. ഇത് എ ഫ്ലാറ്റ് ഡിമിനിഷ്ഡ് വന്നു, എ ഫ്ലാറ്റ് ഓഗ്മെൻറ്റഡ് ഡിമിനിഷ്ഡ് അപ്പം മിസ്സിൻ്റെ കൈ കണ്ട, കൈ ഇരിക്കുന്ന സ്പോട്ടിൽ തന്നെ ഇരിക്കും. നമ്മൾ കൈ എങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇങ്ങനെയാണ്. അപ്പോൾ അതുപോലെ ഇപ്പം നമ്മൾ മറ്റേൻ്റെ കോഴ്സ് കാണിച്ചൊന്നല്ലോ. അപ്പോൾ അതിൻ്റെ സ്കെയിൽ ഇപ്പോൾ പിടിക്കുന്നത് തന്നെ ഇത് കണ്ടോ, ഇവിടെ ഇരിക്കുന്ന സ്പോട്ടിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് കൈ മാറ്റാൻ സാധിക്കും. ഇത് കണ്ടോ, ഇതെന്തുവാ നമ്മൾ ഇത് വന്ന് ബി ഫ്ലാറ്റ് മൈനർ. അതേ സമയത്ത് നമ്മൾ വന്ന് ജി ഡിമിനിഷൻ എടുത്തു, അതേസമയം ബി ഫ്ലാറ്റ് മൈനർ 6 എടുത്തു കണ്ടോ. അപ്പോൾ ഫിംഗർ മിസ് അങ്ങോട്ട് മാറ്റുന്ന, ആ ഫിംഗർ മാത്രമാണ് മാറുന്നത്, കൈ മാറുന്നില്ല അല്ലേ. അപ്പോൾ ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ബോർഡിലേക്ക് നമുക്ക് നോക്കാം. മിസ് ഇത് കാണിച്ച് എഴുതിയിട്ടുണ്ട്. നോട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഇത് എഴുതിയിരിക്കുന്നത് മിസ് പിടിച്ച് കാണിച്ചായിരുന്നല്ലേ. അപ്പോൾ ഇത് കണ്ടോ, നമ്മളെപ്പോഴും ഇതിടുമ്പോൾ ഇത് ബേസ് ക്ലെഫിൻ്റെ സൈനാണിത് കേട്ടോ, കീ സിഗ്നേച്ചർ. കീ സിഗ്നേച്ചർ അല്ലേ, അത് തന്നെ ഇത് കണ്ടോ. അപ്പോൾ ഇത് വന്ന് നമ്മൾ എന്തിനാ ട്രബിൾ ക്ലെഫിനല്ല, ബേസിലാണ് നമ്മൾ കോഡ്സ് പഠിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഡി സി ഫ്ലാറ്റ് ബി ഫ്ലാറ്റ് എ ഫ്ലാറ്റ് ഡിമിനിഷ്ഡ് എന്നാണ് പറയുന്നത്. അതിന് ഷോർട്ടായിട്ട് ഡിമിനിഷ്ഡ് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് വന്ന് 1 to 4 ഫിംഗർ എടുത്തിട്ട് സി ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ പിടിക്കും, ബിയിൽ പിടിക്കും. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് പ്രത്യേകിച്ച്. ഇത് കണ്ട ഓഗ്മെൻറ്റഡ് മിസ് എഴുതി പിടിച്ച് കാണിച്ചായിരുന്നു അല്ലേ, എ ഫ്ലാറ്റ് ഓഗ്മെൻറ്റഡ്. അപ്പോൾ അതിന് വന്ന് സി ഫ്ലാറ്റ് ഉണ്ട് അല്ല, എ ഫ്ലാറ്റ് ഉണ്ട്, സി ഫ്ലാറ്റ് അല്ല, ഇ ഫ്ലാറ്റ് അല്ല, പിടിച്ച് കാണിച്ചു. ഇതാണ്. അപ്പോൾ ഈ നോട്ട് ഇങ്ങനെ നിങ്ങൾ എഴുതാൻ പഠിക്കുന്നത് നല്ലതാണ്. അങ്ങനെ എഴുതാൻ പഠിച്ചാൽ നിങ്ങൾക്ക് ഈ നോട്ടുകൾ കണ്ട് വായിക്കാൻ സാധിക്കും. മിസ് ഇത് ഓർഡറായിട്ട് എഴുതി വയ്ക്കുക. ഓക്കെ, എന്തെങ്കിലും സംശയമുള്ളവർ മിസ്സിനെ വിളിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത പാട്ടിന് നമുക്ക് വീണ്ടും കാണാം. നന്നായിട്ട് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. എന്തൊക്കെ ചെയ്യണം, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.